പോളിംഗ് ദിനത്തിൽ വിജയപ്രതീക്ഷകൾ പങ്കുവച്ച ഇടത് വലത് സ്ഥാനാർത്ഥികളും വോട്ടെടുപ്പ് ആരംഭിച്ച രാവിലെ തന്നെ വിവിധ സ്ഥാനാർത്ഥികൾ കുടുംബസമേതമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആറ്റിങ്ങലിൽ കള്ളവോട്ടുകൾക്ക് സാധ്യതയുണ്ടെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അടൂർ ഗവൺമെന്റ് UP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആറ്റിങ്ങലെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കള്ളവോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഈ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു നല്ല ശതമാനം കൂടി വർദ്ധിച്ച് ഏതാണ്ട് 1,62,200 വോട്ടുകൾ കള്ളവോട്ടുകൾ കടന്നുകൂടി. UDFന് ഏറെ വിജയപ്രതീക്ഷയുണ്ടെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ MP പറഞ്ഞു. രാവിലെ മുതൽ തന്നെ UDFിൻ്റെ പ്രവർത്തകരും വോട്ടർമാർക്കും എല്ലാവരും ശേഷം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം വന്നു. രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നതെന്ന് വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അവിടെ നിൽക്കട്ടെ, പക്ഷെ നാട്ടിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കിയാൽ വിഭജിക്കാൻ എളുപ്പമാണ്, ഒരുമിപ്പിക്കാനാണ് പ്രയാസം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ വേർതിരിവ് നടത്തിയ അതിൻ്റെ പ്രയാസങ്ങൾ സമൂഹത്തിൽ പിന്നീട് ഉണ്ടാകും. അതാരും ചെയ്യരുത്, ആരും അതിന് മെനക്കെടുകയും ചെയ്യരുത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു നേതാവും ഒരു ഭരണാധികാരിയും അതിന് മെനക്കെടരുത്. ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. മതേതര ജനാധിപത്യ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായ പ്രകടനമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റം സാധ്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്ന് കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എൻ്റെ ചിഹ്നത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചു. എൻ്റെ വൈഫ് സുധയ്ക്കും കൈപ്പത്തി ചിഹ്നത്തിൽ അവരുടെ ഭർത്താവിന് വോട്ട് ചെയ്യാൻ സാധിച്ചു. അതാണ് ഒരു പ്രത്യേകത. LDFന് ശുഭാപ്തി വിശ്വാസമെന്നും വ്യക്തിഹത്യയെ അതിജീവിക്കുമെന്നും കൊല്ലം LDF സ്ഥാനാർത്ഥി M മുകേഷ്. കോളേജ് തെരഞ്ഞെടുപ്പിലെ ആരോപണങ്ങളാണ് UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നതെന്നും മുകേഷ് വ്യക്തമാക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ, ഞാനൊരു കലാകാരനാണെന്ന് പോലും ചിന്തിക്കാതെ എന്ത് വ്യക്തിഹത്യയാണ്, എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ്, അതൊക്കെ പുള്ളിക്ക് ഗുണം ചെയ്തെന്നാണ് വിചാരം. ഒരിക്കലും ഗുണം ചെയ്യത്തില്ല. കാര്യം ഞാൻ തിരിച്ചെന്തെങ്കിലും ഒരു ആക്ഷേപം ആ തരത്തിൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണെന്ന് പറഞ്ഞു, ഉത്തരങ്ങൾ എവിടെയെന്ന് ചോദിച്ച തെറ്റാണോ? അത് ഒരുപാട് സാധാരണ ആൾക്കാർ, കൊല്ലത്തുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പല സന്ദർഭങ്ങളിലും. ഇദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ എവിടെയോ ചോദിച്ചെന്ന് പറയുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജനം.